പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ചിങ്ങക്കൂറുകാരുടെ വ്യാഴമാറ്റ ഫലങ്ങളാണ് പറയുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് 5-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം 11-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് 2026 ജൂൺ 2-ന് സംക്രമിക്കപ്പെടുകയാണ്. ചിങ്ങൻ രാശിയുടെ 4, 6, 8 ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി പ്രയോജനപ്പെടുന്നതാണ്. 12-ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധനച്ചെലവുകൾക്കെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതാണ്. അതായത് നമ്മുടെ സർവ്വവിധമായിട്ടുള്ള പാഴ്ചെലവുകളൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ധനമേന്മ സൃഷ്ടിക്കാനും ഇത് ഗുണം നൽകുന്നതാണ്. മാത്രമല്ല, ദീർഘകാലമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മേടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ മേടിക്കാനുള്ളൊരു അവസരം കൊണ്ടുതരും. മാത്രമല്ല, കുറേ കാലമായിട്ട് വസ്തുവകകളുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നവർക്ക് അത് അനുരഞ്ജന ശ്രമത്തിലൂടെയോ മറ്റുമൊക്കെ ആ തർക്കങ്ങൾ പരിഹരിച്ച് നമുക്ക് ആ സ്വസ്ഥതയോടുകൂടി ആ സ്വത്ത് ഭാഗം വയ്ക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ്. വിദേശവാസത്തിന് യോഗമുണ്ട്. വിദേശത്ത് പോയിട്ട് കച്ചവടം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കുന്നതാണ്. ഈശ്വരീയമായ കാര്യങ്ങളിൽ ഇഷ്ടം കൂടി വരും, താല്പര്യങ്ങൾ വർദ്ധിക്കും. കുറേ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കണമെന്ന് തോന്നും. മാത്രമല്ല, നമ്മുടെ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ദീർഘദൂരമായിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥയും വന്നു ചേരുന്നതാണ്. പുതിയ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിന് വേണ്ടുന്ന ഒരു ഒരുക്കങ്ങളൊക്കെ നടത്താൻ ഇപ്പോൾ കഴിയുന്നതാണ്. പിന്നെ വീട് വച്ചവർക്ക് ചില മോടി പിടിപ്പിക്കലുകളൊക്കെ നടത്താനും പറ്റുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യം നടന്നു കിട്ടുമെങ്കിലും ഭൂമി വാങ്ങിക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ കാശൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി വേണം ഒരു ഇടനിലക്കാരനെ നമ്മൾ ഏർപ്പെടുത്താൻ എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് കാലമായിട്ട് ചില ഭൂമി വിറ്റ് പോകാതെ അവിടെ കാശ് അവിടെ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. അത് ഇത്തവണ ഒരു നയപരമായിട്ടുള്ള രീതിയിൽ വിറ്റ് ഒഴിവാക്കി നമ്മുടെ കാശിനെ സംരക്ഷിക്കാനുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ്. വാഹനം പുതിയത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പക്ഷേ യൂസ്ഡ് ആയിട്ടുള്ള വാഹനമാണ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ എൻജിൻ പാർട്ടുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ വന്നു കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇടിച്ച വാഹനം അങ്ങനെയൊക്കെ ഉള്ളതാവാനുള്ള സാധ്യതയും കൂടുതലാണ്, ശ്രദ്ധിച്ചോളൂ. പിന്നെ കുടുംബത്തിനകത്ത് സമാധാനം നിലനിർത്താനുള്ള ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യും. സ്വന്തം അമ്മയായിട്ട് പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആ പിണക്കമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അമ്മായിയമ്മ മരുമകൾ തമ്മിലൊക്കെ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്ത് അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ ഉള്ള അവസ്ഥ വരും. അച്ഛനിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ലാഭമോ സഹായമോ കിട്ടണം എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഗുണം വന്നു ചേരുന്നതാണ്. മാതാപിതാക്കളെ നമുക്ക് പരിചരിക്കാനുള്ള അവസ്ഥയും വന്നു ചേരുന്നതാണ് എന്ന് പറയുന്നത്. പിന്നെ പേരും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിച്ച് ചില ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നടക്കുന്നവർക്ക് അതിലൂടെ പേര് പ്രശസ്തിയൊക്കെ വരും. ഇനി സിനിമ അഭിനയം ഒക്കെ മോഹമാക്കി വച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള മേഖലയിൽ ഗുണം ചെയ്യുന്നതാണ്. ടൈലറിങ് അങ്ങനെ അല്ലെങ്കിൽ കോസ്മെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ പുതിയ വരുമാന മാർഗങ്ങൾ, കൂടുതൽ ധനം ലഭിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി വരുന്നതാണ്. ഓൺലൈൻ ബിസിനസ് വഴിക്കൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. മാത്രമല്ല മറ്റു കുട്ടികളെ സഹായിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. കുട്ടികളുണ്ടാകാതെ വിഷമാവസ്ഥയിലിരിക്കുന്നവർക്ക് ചികിത്സയിലൂടെ അതിനുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ്. എന്നാൽ ഒരു 40 വയസ്സിന് ശേഷമാണ് ഇവർക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആയി കിട്ടണമെന്ന് നമ്മൾ വിചാരിക്കരുത്. കുറച്ച് സാവകാശം അതിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ലോണുകളും ചിട്ടികൾക്കും ഒക്കെ അനുമതി കിട്ടുന്നതാണ്. പക്ഷേ ചിട്ടി കിട്ടുന്ന ധനമോ ലോണ് മുഖേന കിട്ടുന്ന ധനമോ ദൂർത്തടിക്കാനുള്ളൊരു പ്രവണത ചിലപ്പോൾ വന്നേക്കും. അത് ഒഴിവാക്കേണ്ടതാണ്. പൊതുശല്യമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. രോഗാവസ്ഥകൾക്ക് ഒരു ആശ്വാസം കിട്ടും. ചികിത്സയിലൂടെ ഒരു മാറ്റമൊക്കെ വരുന്നതാണ്. ആരോഗ്യസ്ഥിതിയിലുണ്ടായിരുന്ന വിഷമതാവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈശ്വരീയമായ കർമ്മങ്ങളും ചികിത്സാ പദ്ധതികളുമൊക്കെ അവലംബിക്കുന്നതാണ്. കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മുടെ ബുദ്ധിപൂർവമായിട്ടുള്ള പ്രവർത്തനം മൂലം അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ഈശ്വരാപുണ്യവും നേടിയെടുക്കാൻ പറ്റും. മറ്റുള്ളവരിൽ നിന്നുള്ള അനുഗ്രഹവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തെങ്കിലും അപകട സാധ്യത നിറഞ്ഞ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പെയിൻ്റ് അടി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നിൽക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. വൈകുന്നേര സമയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളെയാണ് ഇവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ധനത്തെ കൃത്യമായി കണ്ടറിഞ്ഞ് ചെലവഴിക്കുന്നതിൽ ശ്രദ്ധിച്ചോളണം. കാര്യം നമുക്ക് ഇച്ചിരി മേന്മ വരുന്ന സമയത്ത് നമ്മൾ ദൂർധനായി കഴിഞ്ഞാൽ നമുക്ക് കഷ്ടകാലം പെടുമ്പോൾ നമ്മൾ ബാധ്യതയുടെ കുന്നുകയറ്റം തുടങ്ങിയിരിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഏതെങ്കിലും ധനം ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് പറയുന്ന പദ്ധതികളിലൊക്കെ കൊണ്ടുവന്ന് പണം നിക്ഷേപിച്ചിട്ട് പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അപവാദങ്ങൾ കേൾക്കാനിടയവർക്ക് കാര്യം തങ്ങളുടെ ഭാഗം വിശദീകരിച്ച് മനസ്സിലാക്കാനും സമൂഹത്തിന് തന്നെ നിങ്ങളെ വെറുതെ പറഞ്ഞതാണ് എന്ന് ബോധ്യം വരുത്തുന്ന തെളിവുകൾ കിട്ടാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധത്തോടു കൂടി മുന്നോട്ട് പോകാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് അവസ്ഥയുണ്ടായി വരാനും സാധ്യത കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെത്തി നിൽക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. സ്വന്തം നാവ് പിഴ കൊണ്ട് ചിലപ്പം കല്യാണം 2 തട്ടിലേക്ക് മാറിപ്പോകാൻ, ചിലപ്പം മുടങ്ങിപ്പോയേക്കാം എന്നുവരെ അവസ്ഥ എത്തിച്ചേരാം. പക്ഷേ ദീർഘകാലമായിട്ട് പ്രണയത്തിലായിരുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ചിങ്ങൻ രാശിയുടെ അഷ്ടമഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ശനിപ്രീതി അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പോകാനും തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. മാത്രമല്ല ദീർഘദൂര സഞ്ചാരത്തിൽ ധനം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. യാത്രകൾക്കിടയിൽ മോഷണം പോലുള്ള അവസ്ഥ ഉണ്ടായി വരാം. ശരീര സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം ഈ ഒരു കാലയളവിനെ കാണേണ്ടത്. ജിം, വർക്കൗട്ട്, യോഗ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ ഏതാണ് താല്പര്യം അതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് മേന്മ വരുത്തുക. ആഹാരത്തിൽ കുറച്ച് നിയന്ത്രണം വരുത്തുകയൊക്കെ നന്നായിരിക്കും. അപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത്. ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിയുന്ന എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിലോ
കൃഷ്ണക്ഷേത്രത്തിലോ സന്ദർശനം നടത്തുക. ഓ നമോ ഭഗവതേ വാസുദേവായ മന്ത്രം വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ജപിക്കുക. ഓം ക്ലിം കൃഷ്ണായ നമഃ എന്ന മന്ത്രം കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെന്ന് ജപിക്കുക. രാവിലെയോ വൈകുന്നേരമോ ഉള്ള ദീപാരാധന ഈ ക്ഷേത്ര നടകളിൽ നിന്ന് ദർശിക്കുന്നത് പുണ്യദായകമാണ്. വനദുർഗായന്ത്രം യഥാവിധി തയ്യാറാക്കി ധരിക്കുക. ശാസ്താവിന് മാസാവസാന ശനിയാഴ്ചയോറും പാനകം കഴിപ്പിക്കുക. ഒപ്പം എള്ള് പായസവും കൂടി കഴിപ്പിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ ഭഗവതി സേവ ചെയ്യുന്നത് ഉത്തമമാണ്. വീട്ടിൽ ശ്രീചക്രം വച്ച് നിലവിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. ദേവീക്ഷേത്രത്തിൽ അശ്വാരൂഢ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. മഹിഷാസുരമർദ്ദിനി ദേവിയെ നിത്യവും ഭജിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം പരിഹാരങ്ങളും കൂടി ചെയ്ത് നിർദ്ദേശങ്ങളെ പാലിച്ച് മുന്നോട്ട് പോയാൽ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപ്രദമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.